നെക്സ്റ്റ് പ്രോബ്ലം ഒരു യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. യൂട്യൂബ് മാനോമീറ്ററിൻ്റെ സെക്ഷൻ ഇതാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് എന്താണ്, യൂട്യൂബ് മാനോമീറ്ററിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതുപോലെ മെർക്കുറി ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താണ്, ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ അവ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അതായത് മെർക്കുറിയിൽ ലെവൽ ഡിഫറൻസ് 40 സെൻറ്റിമീറ്ററും മറ്റേ ഫ്ലൂയിഡിൻ്റെ ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്ററാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞിട്ട് എന്താണ്, വാക്വം പ്രഷർ, കാൽക്കുലേറ്റ് ദ വാക്വം പ്രഷർ പി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്, ρ2 GH2 പ്ലസ് ρ1 GH1 പ്ലസ് പി ഈക്വൽ ടു 0. ഇത് നമുക്ക് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഈക്വൽ ടു എന്തെങ്കിലും മൈനസ് ഓഫ് ρ2 GH2 പ്ലസ് ρ1 GH1. ഇതാണ് ഇക്വേഷൻ വരിക. അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ ഹൈറ്റ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. ഇതിൽ 1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫ്ലൂയിഡിൻ്റെ കേസാണ്. അപ്പോൾ ρ1 H1 എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡിൻ്റെ ആണ്. 2 എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടേതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ρ1 H1 എന്നൊക്കെ പറയുന്നത് ഫ്ലൂയിഡിൻ്റെ തയ്ക്കാം, ρ2 H2 എന്ന് പറയുമ്പോൾ അത് മെർക്കുറിയുടെ തയ്ക്കാം. അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് H1 എന്ന് പറയുമ്പോൾ അതാണ് ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് വരും. ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് ഇവിടെ എത്രയാണ്, 15 സെൻറ്റിമീറ്റർ. ഇത് ക്വസ്റ്റ്യനിൽ ഫിഗർ ഉണ്ടാവില്ല, നിങ്ങൾ വരക്കേണ്ടതാണ്, ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വരക്കേണ്ടതാണ്. 15 സെൻറ്റിമീറ്റർ, ഇപ്പോൾ എത്ര, 0.15 മീറ്റർ. ഇനി H2 എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ ഡിസ്റ്റൻസ്, സെൻറ്റർ ഓഫ് ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ 40 സെൻറ്റിമീറ്റർ, അതായത് 0.40 മീറ്റർ. അപ്പോൾ H1 H2 കിട്ടി. ഇനി നമുക്ക് എന്താണ് ആവശ്യമുള്ള ഇക്വേഷനിൽ, ജി നമുക്കറിയാം എത്രയാണ്, ജി 9.81 ആണെന്നറിയാം. ഇനി H2 H2 ഹൈറ്റ്, H2 നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് നെക്സ്റ്റ് വേണ്ട എന്താണ്, H2 കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വേണ്ടത് എന്താണ്, ρ1 ρ2. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത് പറഞ്ഞത് റോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കേസിലായാലും സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ചെയ്യണം. അപ്പോൾ ρ1 എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 800 കിട്ടും. ഇനി ρ2 മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയില്ല. അപ്പോൾ അത് നിങ്ങൾ കാണാൻ പഠിച്ചേക്കുക, 13.6 ആണ്. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്, 13.6. ആ വാല്യൂ മാർക്കരുത്. അപ്പോൾ എത്ര, 13.6 ഇൻറ്റു 1000. ഇനി എന്ത് ചെയ്യുക, ഈ എല്ലാ വാല്യൂസിനും എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്തു, നമ്മൾ ഈ വാല്യൂസ് മൊത്തം കൊടുക്കുകയാണ്, എന്നിട്ട് പി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പി ഈക്വൽ ടു മൈനസ് ഓഫ് ρ2 എത്രയാണ്, 13.6 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു H2 എത്രയാണ്, 0.4 പ്ലസ് ഇനി ρ1 എത്രയാണ്, 800 ഇൻറ്റു ജി 9.81 ഇൻറ്റു H1 എത്രയാണ്, 0.15. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടണം, ആൻസർ ഏകദേശം ഒരു വലിയ വാല്യൂവിന് കിട്ടുന്നുണ്ടാവുക. ചെയ്ത് നോക്കുക, ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാല്യൂ കിട്ടണം. പ്ലസ് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളൂ, അതുകൊണ്ടാണ് ചെയ്ത് കാണിക്കാത്തത്. പിന്നെ നമുക്കിവിടെ പുറത്തൊരു മൈനസ് ഉണ്ട്, അത് മാർക്ക് ചെയ്ത് കേട്ടോ. മൈനസ് ഓഫ് നമുക്കത് കിലോമീറ്ററിലേക്ക് മാറ്റുമ്പോൾ മൈനസ് 5.45 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. കിലോമീറ്ററിൽ മാറ്റേണ്ടത് സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 5.45 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കുക. പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ആകെ 2 വാല്യൂസ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഇപ്പോൾ ഫ്ലൂയിഡിൻ്റെ മാത്രമേ തന്നിട്ടുള്ളൂ, മറ്റേത് മെർക്കുറി ആയിരിക്കും. മെർക്കുറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ഓർത്ത് വെക്കുക. പിന്നെ ഇക്വേഷൻ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ നല്ല ഹൈറ്റും കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യനിൽ വാല്യൂസ് ഇതേമാതിരി മറ്റേ കേസിലൊക്കെ തന്ന പോലെ ഇതിലാകുമ്പോൾ ഫ്ലൂയിഡിൻ്റെത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അസ്യൂം ചെയ്യാം. ഞാൻ എക്സാമിന് അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും വാല്യൂസ് ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ അസ്യൂം ചെയ്ത് എഴുതാം കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലം നന്നായി ശ്രദ്ധിക്കാം കേട്ടോ.